നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണ്. PV അൻവർ രാജിവെച്ച വേക്കൻസിയിൽ കേരള നിയമസഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് LDFനും UDFനും ഒരുപോലെ പ്രധാനമാണ്. മാത്രവുമല്ല, ഈ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അവിടെ മുസ്ലിം ലീഗ് അത്ര പ്രധാനപ്പെട്ട ഒരു ശക്തിയല്ല. കിഴക്കൻ ഏറനാട്ടിൽ കോൺഗ്രസിൻ്റെ മേൽക്കോയ്മയെ വെല്ലുവിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയും ശക്തമായി മുന്നോട്ട് വന്നത് സഖാവ് കുഞ്ഞാലിയുടെ നേതൃത്വത്തിലായിരുന്നു. ഈ നിലമ്പൂർ മണ്ഡലം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇത് മഞ്ചേരി ദ്വയാംഗ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് കോൺഗ്രസിലെ PP ഉമ്മർ കോയയാണ് ജനറൽ സീറ്റിൽ ജയിച്ചത് 1957-ലും 60-ലും. 60-ൽ ഉമ്മർ കോയ മന്ത്രി കൂടിയായി. അദ്ദേഹം പിന്നീട് PSC മെമ്പറൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് പോയ ഒരു മാന്യനായ കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് 65-ലെ രണ്ട് തവണയും തോറ്റത് സഖാവ് കുഞ്ഞാലിയായിരുന്നു. കുഞ്ഞാലി യഥാർത്ഥത്തിൽ നിലമ്പൂർക്കാരനല്ല, അദ്ദേഹം കൊണ്ടോട്ടി സ്വദേശിയാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് പാർട്ടി ശക്തിപ്പെടുത്താൻ വേണ്ടി നിലമ്പൂർക്ക് പോയ ആളാണ്. നിലമ്പൂർ മേഖലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം ഈ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയൊക്കെ ഒരു വലിയ നേതാവും സംഘാടകനുമായിരുന്നു. നിലമ്പൂർ കോവിലകം വക സ്ഥലങ്ങളും അതുപോലെ സർക്കാരിൻ്റെ റിസർവ് ഫോറസ്റ്റും ഒക്കെ ഈ കർഷകരെ മുൻനിർത്തി കയ്യേറുകയും അവിടെ കൃഷി സ്ഥലങ്ങളാക്കി മാറ്റി കുടിൽ വെച്ച് കെട്ടുകയൊക്കെ ചേർന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന രീതി അല്ലെങ്കിൽ പ്രവർത്തന മാതൃക എന്ന് പറയാം. കിഴക്കൻ ഏറനാട്ടിൽ ഒരു കുഞ്ഞാലി രാജാണ് നടക്കുന്നത് എന്ന് 1957-58 കാലത്ത് തന്നെ CH മുഹമ്മദ് കോയ നിയമസഭയിൽ പ്രസംഗിച്ചായിട്ട് നമുക്ക് സഭാരേഖകൾ കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ അന്നേ ഉശിരനാണ് കുഞ്ഞാലി. 57-ലും 60-ലും മത്സരിച്ചു, തോറ്റുപോയി. 65 ആകുമ്പോഴത്തേക്ക് ഈ ദ്വയാംഗ മണ്ഡലം ഇല്ലാണ്ടായി. അവിടെ നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായി. നിലമ്പൂരിൽ നിന്ന് ജയിച്ച ആദ്യത്തെ MLA എന്ന് പറയാൻ പറ്റില്ല, ആദ്യമായിട്ട് ജയിച്ച ആൾ കുഞ്ഞാലിയാണ്. കാരണം 65-ൽ നിയമസഭ കൂടിയില്ല, അതുകൊണ്ട് കുഞ്ഞാലി MLA ആയില്ല. 67-ൽ വീണ്ടും കുഞ്ഞാലി മത്സരിച്ചു, അപ്പോൾ അദ്ദേഹം വിജയിച്ചു, MLAയുമായി. 65-ലും 67-ലും കുഞ്ഞാലിക്കെതിരെ മത്സരിച്ച ഒരു യുവ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ പിന്നീട് പലതവണ മന്ത്രിയൊക്കെ കോൺഗ്രസ്സിലെ തൻ്റെടിയായ ഒരു നേതാവായിരുന്നു ആര്യാടൻ. ആര്യാടൻ മുഹമ്മദും കുഞ്ഞാലിയും തമ്മിൽ മത്സരിച്ചു. 2 തവണയും കുഞ്ഞാലി ജയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞാലിയുടെ കൊലപാതകം നടക്കുന്നത്. 1969 ജൂലൈ 28-നാണ് കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നത്. വെടിയേറ്റത് 27-ാം തീയതി രാത്രി ആയിരിക്കും. 28-ാം തീയതി അദ്ദേഹം മരിച്ചു. ഈ തൊഴിലാളികൾ തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൊഴിലാളികളുടെ നേതാവായിരുന്നു കുഞ്ഞാലി. കുഞ്ഞാലി മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അതിൻ്റെ കാരണം കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരോ CPMൻ്റെ ഓഫീസിലേക്ക് ടോർച്ചടിച്ചു എന്നുള്ളതാണ് പ്രകോപനം. കുഞ്ഞാലി ഒരു ഉശിരൻ നേതാവായിരുന്നു. അദ്ദേഹത്തിന് 45 വയസ്സേ ഉള്ളൂ അന്ന്. അദ്ദേഹം ഒരു തിളക്കുന്ന മധ്യാഹ്നത്തിലാണ് നേരെ തന്നെ കോൺഗ്രസ് ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് വെടി പൊട്ടി. ഒരു വെടിയുള്ളൂ, പക്ഷേ കൃത്യം ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്. നെഞ്ചിൻ്റെ വലത് ഭാഗത്ത് വെടിയേറ്റു. അദ്ദേഹം വീണു. ഉടനെ തന്നെ സഖാക്കൾ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. പിന്നാലെ തന്നെ മറ്റ് സഖാക്കൾ വന്ന് കോൺഗ്രസ് ഓഫീസ് അടിച്ചു പൊളിച്ചു. പിന്നെ മറ്റു തരത്തിൽ നമുക്കറിയാമല്ലോ, CPMകാർ ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെയൊക്കെ പ്രതികരിക്കാം. മാത്രമല്ല EMSൻ്റെ മന്ത്രിസഭയുമാണ്, EMS ഭരണം നിലനിൽക്കുന്ന സഭയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു കഴിവും കാർക്കശ്യവും ഒക്കെ അവരവിടെ കാണിച്ചു. ആര്യാടൻ മുഹമ്മദിന് കിട്ടിയില്ല. ആര്യാടൻ ആ കെട്ടിടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കുഞ്ഞാലിയുടെ മരണമൊഴി ആര്യാടൻ വെടിവെച്ചു എന്നുള്ളതാണ്. മരണമൊഴി പോലീസിനോട് കൊടുത്ത മൊഴിയാണ്, മജിസ്ട്രേറ്റിനോട് കൊടുത്ത മൊഴിയൊന്നുമില്ല. എങ്കിൽ പോലും മരണമൊഴിയാണ്. മരണമൊഴിയുടെ അടിസ്ഥാനം എന്ന് വെച്ചാൽ മരിക്കുന്ന ഒരാൾ ചുണ്ടിൽ ഒരു കള്ളവുമായി അവൻ്റെ സ്രഷ്ടാവിനെ സമീപിക്കുകയില്ല എന്നുള്ളതാണ്. എന്ന അർത്ഥത്തിൽ ലാറ്റിനിലൊരു പഴമൊഴിയുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 32-ാം വകുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലാണ് ഈ ഡൈൻ ഡിക്ലറേഷൻ അഥവാ മരണമൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മരണമൊഴി സാധാരണ ഇതിൽ കോടതി വിശ്വസിക്കും. കാരണം മരിക്കാൻ പോകുന്ന ഒരാൾ ഒരിക്കലും കള്ളം പറയുകയില്ല എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ഇവിടെ ഈ മരണമൊഴിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. ആര്യാടൻ മുഹമ്മദ് ആ കെട്ടിടത്തിലുണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ്. വെടി പൊട്ടി. ഇത് കോൺഗ്രസ് ഓഫീസിൽ നിന്നാണ്. വെടി കൊണ്ടത് കുഞ്ഞാലിക്കാണ്. കുഞ്ഞാലിയുടെ മരണമൊഴി ഉണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പക്ഷേ നമ്മുടെ പ്രതികരണ നമ്മുടെ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നു.
മലപ്പുറം DCCയുടെ പ്രസിഡൻ്റായിട്ട് ആര്യാടനെ തിരഞ്ഞെടുക്കും. കോൺഗ്രസ്സുകാർക്ക് നല്ല ഉറപ്പുണ്ട് ആര്യാടനല്ല കൊല നടത്തിയത് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് കൊലക്കേസിൽ പ്രതിയായിട്ട് റിമാൻഡിൽ കഴിയുമ്പോഴാണ് ആര്യാടനെ മലപ്പുറം DCC പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുക. മഞ്ചേരി കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. മഞ്ചേരി ജില്ലാ കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് പ്രഗത്ഭനായ അഭിഭാഷകൻ K. കുഞ്ഞിരാമനാണ്. പ്രതികൾക്ക് വേണ്ടിയിട്ട് രത്നസിംഗ് ആയിരുന്നു, പിൽക്കാലത്ത് അഡ്വക്കേറ്റ് ജനറലായി തീർന്ന M. രത്നസിംഗ്. ഇവർ രണ്ടുപേരും കോഴി കൊത്തണ പോലെ കൊത്തി എന്നുള്ളത് ഉറപ്പാണ്. അവസാനം സെഷൻസ് ജഡ്ജി ഈ മരണമൊഴി അവിശ്വസിച്ചു. കാരണം എന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ വലതുഭാഗത്ത് വെടിയേറ്റ് മരണാസന്നനായി കിടക്കുന്ന കുഞ്ഞാലിക്ക് മാത്രവുമല്ല അതിശക്തമായ രീതിയിൽ മയക്കുമരുന്ന് കുത്തിവെക്കുകയും ചെയ്തു. മയക്കുമരുന്ന് കുത്തിവെച്ച് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്നായിരുന്നു കോടതിയുടെ ഫൈൻഡിങ്. പിന്നെ കൃത്യം കണ്ടു എന്ന് പറയുന്ന മറ്റ് സാക്ഷികളുടെ മൊഴിയൊക്കെ കോടതി അവിശ്വസിച്ചു. ഏതായാലും ആര്യാടനെ കോടതി കുറ്റവിമുക്തനാക്കി. ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുത്തു, അപ്പീലും തള്ളി. ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോഴത്തേക്കും EMSൻ്റെ ഭരണം തീർന്നു, അച്യുതമേനോൻ്റെ മന്ത്രിസഭ നിലവിലും. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി MP ഗംഗാധരൻ ജയിച്ചു. 70 സെപ്റ്റംബറിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലും ഗംഗാധരൻ തന്നെ നിലമ്പൂരിൽ നിന്ന് ജയിച്ചു. അങ്ങനെ ഒരു കോൺഗ്രസ് മണ്ഡലമായിട്ട് മാറി. 77 ആര്യാടൻ ആദ്യമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്, ജയിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്. എല്ലാ ദിവസവും വിചാരണ കേൾക്കാൻ വന്നിരുന്ന ഒരാൾ കോടതി തുടങ്ങുമ്പോൾ അയാൾ അവിടെ വന്നിരിക്കും, പുറകിൽ ബെഞ്ചിൽ വന്നിരിക്കും. വിചാരണ തീരുമ്പോൾ എഴുന്നേറ്റ് പോകും. ഈ കോടതി വെറുതെ വിട്ടതിന് ശേഷം അദ്ദേഹം ആര്യാടനെ വന്ന് കണ്ടിട്ട് 2 കൈ കൂടി കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഈ കുഞ്ഞാലിയെ വെടിവെച്ചത്, അല്ലാതെ കോൺഗ്രസ്സുകാരും. അങ്ങനെ ആര്യാടനെയും മറ്റ് 24 പ്രതികളെയും കോടതി വെറുതെ വിട്ടതിന് ശേഷം ഒരാൾ വന്നിട്ട് ഞാനാണ് കൊന്നത് എന്ന് സ്വയം ഏറ്റു പറഞ്ഞു. ആളുടെ പേരെനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, ഇപ്പോൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ CPMകാർക്കും അറിയാമായിരുന്നു ഈ ആര്യാടനല്ല വെടിവെച്ചത് മറ്റാരുമാണ്. ആ ആൾ ഏതാണ്ട് 1.5 വർഷത്തിനകത്ത് CPMകാരുടെ കുത്തേറ്റ് നിലമ്പൂരിൽ തന്നെ കൊല്ലപ്പെട്ടു. ആര്യാടനെ വെറുതെ വിട്ട സമയത്ത് സഖാവ് നമ്പൂരിപ്പാട് വലിയൊരു തട്ട് തട്ടിയിരുന്നു. പുള്ളി ഇതുപോലത്തെ തട്ടുകൾ തട്ടുന്നതിൽ വലിയ കഴിവ് തെളിയിച്ച ആളുമാണ്. കുഞ്ഞാലിയെ കൊന്ന ഘാതകനെ ബൂർഷോ കോടതി വെറുതെ വിട്ടാലും ജനകീയ കോടതി വെറുതെ വിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, കുഞ്ഞാലിയെ കൊന്ന ആര്യാടനാണ്, ആര്യാടനെ അധികം വൈകാതെ CPMകാർ വെട്ടിയോ കുത്തിയോ വെടിവെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ കൊലപ്പെടുത്തും എന്നല്ലേ. പക്ഷേ കൊലപ്പെടുത്തിയത് ഈ നേരത്തെ പറഞ്ഞ യഥാർത്ഥ പ്രതിയെ തന്നെയായിരുന്നു. പോലീസ് കേസിൽ പ്രതിയാകാഞ്ഞ, വിചാരണ നേരിടാഞ്ഞ, കോടതി ശിക്ഷിക്കാഞ്ഞ പ്രതിയെ CPMകാർ നിലമ്പൂർ ടൗണിലിട്ട് വെട്ടിക്കൊന്നു. അപ്പോൾ ആ പ്രശ്നം തീർന്നു. പിന്നെ CPMകാർ പ്രതിയാണെന്ന് പറഞ്ഞ ആര്യാടനെ എന്ത് സംഭവിച്ചു? ആര്യാടനെ 1980 നയനാരുടെ സർക്കാർ വന്നപ്പോൾ അതിലൊരു മന്ത്രിയായിട്ട് വെച്ചു. അദ്ദേഹത്തിന് വനം വകുപ്പ് കൊടുത്തു. അന്ന് കോൺഗ്രസ്സിൽ A ഗ്രൂപ്പുകാരാണ് ആര്യാടൻ. A ഗ്രൂപ്പും കൂടി ചേർന്നായിരുന്നു നയനാരുടെ 1980 മന്ത്രിസഭ. അന്ന് ആര്യാടൻ MLA അല്ല. MLA അല്ലാത്ത ആര്യാടനെ മന്ത്രിയാക്കി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ നിലമ്പൂരിൽ മത്സരിപ്പിച്ച് CPMകാർ തന്നെ വളരെ ശക്തമായിട്ട് പ്രചരണം നടത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ചു. കുഞ്ഞാലിയുടെ ഭാര്യയെ കൊണ്ട് വരെ ഈ ആര്യാടനെ അനുകൂലമായിട്ട് പ്രസ്താവന ഇറങ്ങിച്ചു. സുപ്രസിദ്ധ നാടകൃത്തായിരുന്ന KT മുഹമ്മദിൻ്റെ സഹോദരിയായിരുന്നു കുഞ്ഞാലിയുടെ വിധവ. അവരെ പോലും ഇതിനു വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് ഈ ബൂർഷോ കോടതി വെറുതെ വിട്ട ആര്യാടനെ ജനകീയ കോടതിയെ കൊണ്ട് ശിക്ഷിപ്പിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആര്യാടനും CPMും തമ്മിലുള്ള ബന്ധം മോശമായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ 82 ആര്യാടൻ നിലമ്പൂർ മത്സരിച്ചപ്പോൾ കോൺഗ്രസ്സുകാരനായിരുന്ന TK ഹാംസയെ മറുകണ്ഠം ചാടിച്ച് അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ചു. ആര്യാടനെ തോൽപ്പിച്ചു. അതൊക്കെ വേറെ കഥയാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കേരള ചരിത്രത്തിൽ MLA ആയിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ട ഏക വ്യക്തി കുഞ്ഞാലിയായിരുന്നു. കുഞ്ഞാലിയുടെ കൊലക്കേസിൽ യഥാർത്ഥ പ്രതിയെ മാറ്റി നിർത്തുകയും പ്രതി പോലും ആക്കാതിരിക്കുകയും യഥാർത്ഥത്തിൽ കേസുമായി ബന്ധമില്ലാത്ത ഒരാളെ 1-ാം പ്രതിയാക്കി ചാർജ് ഷീറ്റ് ചെയ്യുകയും കോടതി വെറുതെ വിട്ടതിന് ശേഷം ഇതുപോലെയുള്ള ഉടായിപ്പുകൾ അടിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഏതായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും കുഞ്ഞാലിയുടെ കഥയും രക്തസാക്ഷിത്വവും പ്രതിയെ ശിക്ഷിച്ചതും ശിക്ഷിക്കാഞ്ഞതും ബൂർഷോ കോടതിയും ജനകീയ കോടതിയൊക്കെ വീണ്ടും ചർച്ചാ വിഷയമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരാതിരിക്കാൻ ഒരു ന്യായമില്ല. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പാണല്ലോ. ഇതുപോലെ കഥാകൃത്തുക്കളും നാടകകൃത്തുക്കളും കവികളും
ഗാനരചയിതാക്കളും ഒക്കെ തീർച്ചയായിട്ടും രംഗത്തുണ്ടാവും. എല്ലാ കഥകളും പൊലിക്കട്ടെ, വീണ്ടും വീണ്ടും പാടി പാടി ഫലിപ്പിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.